ഹായ് കൂട്ടുകാരെ, ഇന്നൊരു സിമ്പിൾ ഗ്രീൻ പീസ് കറി ആട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും, ഇത് ഉപ്പ് ഒത്തിരി കൂടുതലുണ്ടെന്ന് ഓർക്കണ്ട, പാകത്തിനാട്ടോ ഇട്ടേക്കണത്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വേവിച്ചിട്ട് പിന്നെ സിമ്മിലിട്ടൊരു 3 വിസിലും കൂടെ വന്നാൽ അത് കറക്റ്റ് പാകത്തിന് വേവും കേട്ടോ. പിന്നെ ഇതിലോട്ട് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതേ ചെറിയ ഉള്ളിയും സവാളയും തക്കാളിയും ഞാൻ ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. അത് ശരിക്കും നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് തന്നെയാട്ടോ ഞാൻ വഴറ്റണത്. ഇതിൽ ക്യാരറ്റ് കിഴങ്ങൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കിഴങ്ങുണ്ടായിരുന്നു, കിഴങ്ങ് ഇനി ഞാൻ ഇട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് ഒന്നിച്ചിട്ട് തന്നെയാട്ടോ ഞാൻ വഴറ്റിയെടുക്കുന്നത്. പിന്നെ വഴറ്റിയിട്ട് അരച്ച് ചേർത്തിട്ട് കറി വെക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചേർക്കില്ല. സാധാരണ വഴറ്റി ഗ്രീൻ പീസ് കറിക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് കഷ്ണങ്ങളൊന്ന് കടിക്കണതല്ലേ നല്ലത്. അപ്പോൾ അതേ ഗ്രീൻ പീസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒരു പാൻ വെച്ചു, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചിട്ട് ഈ എല്ലാം അരിഞ്ഞ് വെച്ചേക്കണ എല്ലാം ഒന്നിച്ചിട്ടു കേട്ടോ. ഉള്ളിയും സവാളയും തക്കാളിയും കൂടെ. ഇഞ്ചി ഞാൻ ആദ്യം വേവിച്ചപ്പോൾ ഇട്ടായിരുന്നു, പിന്നെ ഇട്ടില്ല. വെളുത്തുള്ളി ഇടാറുണ്ടായിരുന്നു കേട്ടോ, വെളുത്തുള്ളി തീർന്നു പോയി. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഇത് മൂടി വെച്ച് തന്നെ ഒന്ന് വെന്തുടഞ്ഞു വരും. മൂടി വെച്ചാട്ടോ ഞാൻ പിന്നെ വഴറ്റിയിട്ട് ശകലം ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് മൂടി വെച്ച് വേവിച്ച് എണ്ണ എടുത്തു കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഞാനൊന്ന് തുറന്നു നോക്കി. അപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ചാറിന് വെള്ളം ഒട്ടും ഉണ്ടായില്ല കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു. അപ്പോൾ അത് തക്കാളിയും സവോളയും നന്നായിട്ട് വെന്തുടഞ്ഞു. പിന്നെ അതിലോട്ട് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടിയും, പിന്നെ ഞാൻ ചിക്കൻ മസാല ആട്ടോ ഇടുന്നത്. ചിക്കൻ മസാലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണം മാറണം. എന്നിട്ട് അരച്ചിട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇച്ചിരി സവോളയൊക്കെ കടിക്കുന്നതാട്ടോ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കണേ. അപ്പോൾ അതിലോട്ട് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ശകലം മുളക് പൊടി ഒരു ശകലമായിട്ട് ഇട്ടോളൂ. എന്നിട്ട് നന്നായിട്ട് ഒരു പച്ചമണം മാറണ വരെ വഴറ്റിയിട്ട് നമ്മുടെ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഇച്ചിരി പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ഇട്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ അതിൽ കണ്ടില്ല. അപ്പോൾ അത് നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടോ. ഞാൻ അതിലോട്ട് ഒരു നുള്ളു പഞ്ചസാര ലാസ്റ്റ് ഇടും കേട്ടോ, എല്ലാം ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതവിടെ ഇരുന്ന് കുറുകി നല്ല സെറ്റായിട്ട് വരും കേട്ടോ. നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.